കലാശക്കൊട്ടിൻ്റെ സമയത്ത് തികച്ചും അപലപനീയമായിട്ടുള്ള ഒരു പ്രവൃത്തി UDFിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിലുള്ള കലാശക്കൊട്ടിൻ്റെ ഭാഗമായി വരുന്ന സമയത്ത് UDFിൻ്റെ സ്ഥാനാർത്ഥിയുടെ നേരെ പറകിൽ നിന്നുള്ള കുറച്ച് ആളുകൾ ബോധപൂർവം ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് കല്ലെറിയുകയും അതിൽ നമ്മുടെ സൈഡിലൂടെ നടന്നു പോകുന്ന നമ്മളോട് കൂടെ നിന്നിരുന്ന ഒരാൾ തന്നെ വളരെ സൈഡിലാണ് അദ്ദേഹം നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തലക്ക് പരിക്ക് പറ്റുകയും ബ്ലഡ് വരികയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. തലക്കാണ് ഏറ് കൊണ്ടത്. അതോടൊപ്പം തന്നെ മറ്റു 2 പേർക്ക് വേറെ പരിക്കുകളും ഉണ്ടായിട്ടുണ്ട്. സാധാരണ കലാശക്കൊട്ട് വളരെ സമാധാനത്തിൽ നടന്നു പോകേണ്ടതാണ്. ഇത് LDFിൻ്റെ കൂടെയുള്ള ജനക്കൂട്ടത്തെ കണ്ട് ബോധപൂർവം അക്രമം അഴിച്ചുവിട്ട് അത് പ്രതികരണമുണ്ടായി അതിൽ നിന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു നേട്ടം നേടാനുള്ള ശ്രമമാണ് UDF നടത്തിയെന്നുള്ളതിലേറെ വിഷമമുണ്ട്. UDFിൻ്റെ എല്ലാവരും അതിലുണ്ടോയെന്ന് എനിക്കറിയില്ല. അതല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ കൂടെയുള്ള കുറച്ച് ആളുകളാണോ എന്നും കൃത്യമായിട്ട് അറിയില്ല. എന്തായിരുന്നാലും ഈ പ്രവൃത്തി തിരിച്ച് എന്തായാലും ഒരു ഏറ് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു തല്ല് കിട്ടിയാൽ തിരിച്ചടിക്കുമല്ലോ. അത് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കും. LDFിനെ സംബന്ധിച്ചിടത്തോളം നല്ല എഡ്ജുള്ള വിജയത്തിന് മുന്നിൽ നിൽക്കുന്ന വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന സാധ്യതയുള്ള ഈ സമയത്ത് ആ ഒരു കാര്യങ്ങൾ മങ്ങലേൽപ്പിക്കാൻ ഒരടി വന്നു കഴിഞ്ഞാൽ തിരിച്ചടിക്കുകയും പ്രവർത്തകർ ഛിന്നഭിന്നമാവുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമിച്ചു എന്നുള്ളത് ഏറെ അപലപനീയമാണ്. ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി പോലീസ് ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കണം. CCTV എടുക്കണം. ആരാണ് ആദ്യം കല്ലെറിഞ്ഞതെന്നും അതുമായി ബന്ധപ്പെട്ട് പ്രകോപനമുണ്ടാക്കാൻ ശ്രമിച്ച വ്യക്തികൾക്കെതിരെ കേസെടുക്കുകയും വേണമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. മാത്രമല്ല ഇനിയുള്ള 2 ദിവസം ഇതുപോലെയുള്ള നാടകങ്ങൾ പലതും വരാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലുള്ള അക്രമങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച്, പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. അപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം പരാജയ ഭീതിയിലാണുള്ളത്. ഈ സമയത്ത് അവർ പരാജയ ഭീതിയിലായതുകൊണ്ട് എന്തും ചെയ്യാൻ മടിക്കില്ല. അപ്പോൾ നമ്മുടെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് വളരെ ആത്മസംയമനത്തോടുകൂടി ക്ഷമയോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിടുക. വലിയ രീതിയിലുള്ള വിജയം നമുക്കാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇനിയും പ്രകോപനങ്ങളുണ്ടാവും. അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസം എല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്.